കുട്ടികൾ മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നില്ല എന്ന് പരാതിയുള്ള അമ്മമാര് പഴയ രീതിയൊക്കെ അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിക്കോട്ടാ. അപ്പൊ ആദ്യം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ഇത്ര ഇട്ടെന്നങ്ങ് വഴന്നു വരുമ്പോൾ വലിയൊരു സവാള കൊത്തി അരിഞ്ഞതിട്ട് നന്നായി തന്നെ വീണ്ടും വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഒരു വലിയ തക്കാളി അരച്ച് ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിരുന്നു. അതിലെ ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ, അതാദ്യം ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. മഞ്ഞ ചേർത്തിട്ടുണ്ട് എന്ന് പോലും ആർക്കും മനസ്സിലാവരുത് കേട്ടാ. അത് റെഡി ആയി കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി അങ്ങ് മിക്സ് ചെയ്ത് ഗ്രേവിക്കനുസരിച്ച് നല്ല തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് യോജിപ്പിക്കാം. തിളക്കൊന്നും വേണ്ട കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമാര് എന്തായാലും ഇതുപോലെ ഒന്ന് ആക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ സെറ്റാണ്. വേഗം ആയിക്കോട്ടെ.